പുരാൻ രക്ഷിച്ചിരിക്കുന്നു. ആരാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? 6 നൂറ്റാണ്ടുകളായി ക്രൈസ്തവ ലോകത്ത് നിലനിന്നിരുന്ന യേശു ക്രൂശീകരിക്കപ്പെട്ടു. ദൈവം തമ്പുരാന്റെ കാരുണ്യത്തിൽ വരെ സംശയം തോന്നിക്കുന്ന രൂപത്തിൽ യേശു ക്രൂശീകരിക്കപ്പെട്ടു. ലോകത്തിന് ശാപമായി എന്നുള്ള വിശ്വാസത്തെ നീക്കിക്കളഞ്ഞ് യേശുവിനെ ശുദ്ധീകരിച്ചത് പരിശുദ്ധ ഖുർആനാണ്. ഇനിയോ ഇതേപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശദമായ പഠനത്തിന് ബൈബിളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ എന്നൊരു പുസ്തകമുണ്ട്, നിച്ച് ഓഫ് ട്രൂത്തിന്റെ, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. യേശു പ്രവചിച്ച എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബിയിൽ പൂർത്തീകരിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കാര്യം പോലും 40-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളിൽ വന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്ന പരിശുദ്ധാത്മാവിൽ യേശു ഈ പറഞ്ഞ ഒരു കാര്യം പോലും പൂർത്തീകരിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ യേശു പ്രവചിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് എന്ന് നാം മനസ്സിലാക്കുക. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാൻ ശാന്തിപുരത്താണ് താമസിക്കുന്നത്. ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് മനഃപൂർവ്വമായ ചില കാര്യങ്ങൾ മറന്നോന്നറിയത്തില്ല, അതോ അതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതോ മറന്നുപോയതാണെന്നുള്ള അറിയത്തില്ല. നേരത്തെ പറയാൻ തക്കനുണ്ടായിത്തീർന്ന കാര്യം എന്ന് പറയുമ്പം മറിയയോട് സംസാരിച്ചത് പരിശുദ്ധാത്മാവണമെന്ന് അക്ബർ സാഹിബ് നേരത്തെ പറയാൻ തക്കണ്ടായിത്തീരുന്നു. അത് തീർച്ചയായും തെറ്റാണ്. ദൈവത്തിൻ്റെ ദൂതനാണ് മറിയയോട് സംസാരിച്ചത്. അത് ഇപ്രകാരമാണ് പറഞ്ഞത്: പരിശുദ്ധാത്മാവിനാൽ നീ ഒരു മകനെ ഗർഭം ധരിക്കുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സഖരിയ പുരോഹിതനോട് സംസാരിച്ച ദൈവത്തിൻ്റെ ദൂതനാണ്, അല്ലാതെ പരിശുദ്ധാത്മാവല്ല. ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് അത് വ്യക്തമായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ആ തപ്പ് വരില്ലായിരുന്നു. പിന്നെ പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഗിദെയോൻ്റെ മേൽ വന്നുവെന്നും ദാവീദിൻ്റെ മേൽ വന്നുവെന്നും ശിംശോൻ്റെ മേൽ വന്നുവെന്നും കാണുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരമായി നിന്നതായിട്ട് അവിടെ കാണുന്നില്ല. രണ്ടാമത്, യേശു സ്നാനപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് കാണുന്നുണ്ട്. യേശു പറഞ്ഞത് ഖുറാനിൽ പറയുന്ന പേരെനിക്ക് മറന്നു, അദ്ദേഹത്തെക്കുറിച്ചല്ല പറയുന്നത്, പ്രസ്തുത പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരുമെന്ന്. അതുകൊണ്ടാണ് അവർ പർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരിക്കുകയും പെന്തക്കോസ്തിന് 50-ാം ദിവസത്തിൽ ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും ചെയ്തത്. ആ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്, അവൻ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ ബോധം വരുത്തുമെന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അത് എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല. രണ്ടാമത്, വേറൊരു ഫാൾട്ടോടെ ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് പറയുവാൻ തക്കനുണ്ടായിത്തീരുന്നു. മദ്യപാനത്തെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായ ഒരിടത്തും പറയുന്നില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും തെറ്റാണ്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് തറപ്പിച്ച് ബൈബിൾ പറയുന്നുണ്ട്. വ്യക്തമായി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ആ തപ്പ് പറ്റില്ലായിരുന്നു. പിന്നെ എനിക്ക് 2 ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. ഞാനിത് ഓർമ്മിപ്പിച്ചതാണ്. ഈ 2 കാര്യങ്ങളും ബഹുമാനപ്പെട്ട അക്ബർ സാഹിബിനെ ഓർമ്മിച്ചാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, മറ്റേ ക്വസ്റ്റ്യൻ പിന്നീട് ചോദിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ചരിത്രം സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് അനേകം കാര്യങ്ങൾ ചരിത്രം സത്യമായി തീർത്തിട്ടുണ്ട്. അതിനുള്ള ഒരു തെളിവെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു മരിച്ചു എന്നുള്ളത്, യേശുക്രിസ്തുവിനെ കുറിച്ച് ഹൈന്ദവ വേദങ്ങളിൽ പറയുന്നുണ്ട്. കന്യകയാൽ ഭൂജാതനെ നമഃ, അതായത് കന്യകയിൽ ജനിച്ചവനെ, വിലാപ്പുറത്ത് കുത്തേറ്റവനെക്കുറിച്ചും മരക്കുരിശിൽ തറച്ചു കൊന്നവനെക്കുറിച്ചും ഹൈന്ദവ പുരാണത്തിൽ പറയുന്നുണ്ട്. അവിടെ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്, ബൈബിളിലും യേശുക്രിസ്തു ജനിച്ചതും മരിച്ചതും പറയുന്നുണ്ട്. പക്ഷേ ഖുറാനിൽ വന്നിട്ട്, ഖുറാനിലെ പഠിപ്പീര് ഇങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കേട്ടതും ഇങ്ങനെയാണ്. അതായത് യേശുക്രിസ്തു ജനിച്ചതും ജീവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തു മരിച്ചിട്ടില്ല, അവനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ കേൾക്കാൻ തൊക്കിനിടയത്തുനിന്ന്. അതിനെക്കുറിച്ച് വിശദീകരിക്കുക. ചരിത്രം പറയുന്നത്, ഇപ്പോഴും ഇസ്രായേലിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ ഗോൽഗോത്ത മല ഉണ്ട്. രണ്ടാമത്, യേശുക്രിസ്തുവിനെ വെച്ചു എന്ന് പറയുന്ന ആ ശവകുടീരത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ ദൂതൻ എഴുതിയത് കാണുന്നുണ്ട്: അവൻ ഇവിടെ ഇല്ല, അതായത് യേശുക്രിസ്തു ഇവിടെ ഇല്ല, അവൻ സ്വർഗത്തേക്ക് പോയി എന്നുള്ള എഴുത്തും വ്യക്തമായി കണ്ടതായിട്ട് ചരിത്രം പറയുന്നു. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സുഹൃത്ത്, ആദ്യം എന്നെ തിരുത്തിയ ഭാഗങ്ങളെല്ലാം തെറ്റാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യത്തെ 2 അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സുഹൃത്തന്നെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമ കാലഘട്ടത്തിലുണ്ടായിരുന്നു. സക്കരിയാവിനോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ എലിസബത്തേനോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തേത്, മദ്യത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മദ്യത്തെ നിരോധിക്കുന്ന വചനങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയില്ല എന്നാണ്.
വളരെ ബോധപൂർവം തന്നെയാണ് ഞാനത് പറഞ്ഞത്. എനിക്കറിയാം, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷേ അതേ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ യേശുക്രിസ്തു മദ്യമുണ്ടാക്കി ജനങ്ങളെ കുടിപ്പിച്ച് അവർക്ക് ലഹരി പിടിച്ച കഥയും പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി വെച്ചിട്ട് ക്രൈസ്തവ പുരോഹിതന്മാർ വ്യാഖ്യാനിക്കുന്നു, മദ്യപാനിയാകാഞ്ഞാൽ മതി, ഡ്രങ്കാർഡാകാഞ്ഞാൽ മതി, സോഷ്യൽ ഡ്രിങ്ക് കുഴപ്പമില്ല. മറ്റേ അബ്കാരികൾ വ്യാഖ്യാനിക്കുന്നു, എന്താ, യേശുവിന് പച്ചവെള്ളം മദ്യമാക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് സ്പിരിറ്റ് മദ്യാക്കി കൊടുത്തുകൂടാ? അവിടെയാണ് ബൈബിൾ നന്മ തിന്മകളുടെ പാപപുണ്യങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായൊരു മാനദണ്ഡമാകാതിരിക്കുന്നത്. അവിടെ തന്നെയാണ് പ്രശ്നം, അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇനി യേശുക്രിസ്തു പറഞ്ഞയാളെ കുറിച്ച് ഇവിടെ പറഞ്ഞത്, സുഹൃത്ത് പറഞ്ഞതെല്ലാം ക്രൈസ്തവ വീക്ഷണ പ്രകാരം ശരിയാണ്. എന്നാൽ ചരിത്രത്തിന്റെ വ്യക്തമായ മാനദണ്ഡം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഗോൽഗോത്ത മലയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ മലയിൽ ക്രൂശീകരിച്ചത് യേശുക്രിസ്തുവാണെന്ന് വരില്ല. അതേപോലെ തന്നെ ഒരു ഗുഹയുണ്ട്, ഗുഹയിൽ ആരെങ്കിലും എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് ചരിത്രത്തിന്റെ മാനദണ്ഡം, ആദ്യം ചരിത്രം എന്തെന്ന് പഠിക്കണം സുഹൃത്ത്. ചരിത്രത്തിന് ചില വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ ചരിത്രത്തിന്റെ മാനദണ്ഡ പ്രകാരം ഒരു ഗുഹയിൽ ആരെങ്കിലും ഇവിടെ ദൈവപുത്രൻ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെച്ചത് കൊണ്ട് അത് ചരിത്രത്തിന്റെ മാനദണ്ഡ പ്രകാരം യേശുക്രിസ്തു കിടന്ന ഗുഹയാവില്ല. അവിടെ ചരിത്രത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ചരിത്രം എന്നത് മിത്തോളജിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അതെന്താ? ബൈബിൾ യേശുക്രിസ്തുവിന് ശേഷം 60 കൊല്ലങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതപ്പെട്ടതാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. ബൈബിളിൽ എല്ലാ പുസ്തകവും യേശു എന്ന പേരിൽ ഒരു മഹാപുരുഷൻ, ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ച വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സമകാലികരായ ആരെങ്കിലും അത് എഴുതേണ്ടിയിരുന്നു എന്നാണ് വിമർശകന്മാരുടെ വാദം. അവിടെ നമുക്ക്, ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് നൽകാനുള്ളത് യോസീഫസിന്റെ ചില രചനകളാണ്. എന്നാൽ ജോസീഫസിന്റെ രചനകളിൽ തന്നെ പിൽക്കാലഘട്ടത്തിൽ ക്രൈസ്തവർ കടത്തിക്കൂട്ടിയതാണ് ഈ പറഞ്ഞ ഭാഗങ്ങൾ എന്ന് തെളിയിക്കാവുന്ന തെളിവുകളുണ്ട്. അപ്പോ ചരിത്രത്തിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞത് യേശുവിനെ കുറക്കാനല്ല, ഭൗതികവാദികളുടെ മുന്നിൽ നമുക്കതിന് മാനദണ്ഡമില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഖുർആനിൽ സുഹൃത്ത് പറഞ്ഞ പോലെ യേശുവിന്റെ ജന്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിനേക്കാൾ അധികം, ബൈബിളിൽ പറയുന്നതിനേക്കാൾ അധികം. യേശുക്രിസ്തുവിന്റെ കന്യകാത്വത്തെക്കുറിച്ച് ബൈബിൾ വായിച്ച ഒരാൾക്ക് സംശയമുണ്ടാകുമെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. എന്താ കാരണം? ജോസഫുമായി കല്യാണ നിശ്ചയം കഴിഞ്ഞ് കിടന്നിരുന്ന ആളാണ് യേശുവിന്റെ മാതാവായ കന്യാമറിയം എന്നാണ് ബൈബിൾ പറയുന്നത്. മാത്രമല്ല ആ കന്യാജനനം ഉണ്ടല്ലോ, ബൈബിളിൽ, ഇന്നത്തെ പുതിയ നിയമ ബൈബിളിൽ ആദ്യമായി എഴുതപ്പെട്ട പുസ്തകങ്ങളായ പൗലോസിന്റെ ലേഖനങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ മാത്രമുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിലില്ല, മർക്കോസിന്റെ സുവിശേഷത്തിലുമില്ല കന്യാജനനം. ഇതില്ലാത്തത് കൊണ്ട് തന്നെ ചില ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞന്മാർ കന്യകാജനനം തന്നെ ഒരു യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിലാക്കണം. പക്ഷേ ഖുർആനിന് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതാ ഖുർആന്റെ പ്രത്യേകത. ഖുർആനിലെ 19-ാമത്തെ അധ്യായം തന്നെ സൂറത്തു മറിയമാണ്. ആ സൂറത്തു മറിയത്തെക്കുറിച്ചുള്ള അധ്യായം ഖുർആനിൽ മറിയത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു. അവിടെ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് ഒരു പരാമർശമില്ല. മാത്രവുമല്ല, യേശുക്രിസ്തുവിന്റെ മാതാവായ മറിയ, അവര് യേശുവിനെ ജന്മം നൽകി പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിട്ട്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മാലാഖയാണ് എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അത് മനസ്സിലാക്കുക. മാലാഖയാണ് എന്ന് സുഹൃത്ത് പറഞ്ഞല്ലോ, ആ മാലാഖ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അത് ഞാൻ മറ്റൊരിക്കൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമാക്കാവുന്നതാണ് ബൈബിൾ പ്രകാരം തന്നെ. ഇവിടെ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി, ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ ചരിത്രത്തിൽ. അങ്ങനെ ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ച യേശുവിന്റെ ആ ഉണ്ണി യേശുവിനെയും കൊണ്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആര്? മറിയ. സമൂഹം അവരെ കുറ്റപ്പെടുത്തുകയാണ്.
അവരെ കുറ്റപ്പെടുത്തുന്നു. എന്താ? കന്യകയായിരുന്നയാൾ ഒരു കുഞ്ഞിനെയുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവരെ മോശമാക്കുന്നു. ഈ സമയത്ത് കന്യാമറിയം ഒന്നും മറുപടി പറയാനില്ലാതെ തൊട്ടിലിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ വെച്ച് തൊട്ടിലിൽ വെച്ച് ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. പരിശുദ്ധ ഖുർആൻ പറയാണ്, ആ തൊട്ടിലിൽ വെച്ച് ആ കുഞ്ഞ് സംസാരിക്കാൻ ആരംഭിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം ഖുർആൻ പ്രകാരം മാതാവിന്റെ ചാരിത്രത്തിൽ സംശയിച്ച ആളുകൾക്ക് തൊട്ടിലിൽ വെച്ച് മറുപടി പറയുക എന്ന മഹാത്ഭുതം യേശു ചെയ്തതായി. ബൈബിളിലോ യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി ആളുകൾക്ക് കൊടുത്ത് ലഹരി പിടിപ്പിച്ചത്. ഏതാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? ഏതാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? ഉണ്ണി യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് നാം ചിന്തിക്കുക. അവിടെയാണ് നേരത്തെ പറഞ്ഞ സുഹൃത്തിന്റെ ചോദ്യം കടന്നു വരുന്നത്. എന്താ? യേശുവിന്റെ ആ ചെറുപ്പകാലത്തെ ജീവിതവും യേശുവിന്റെ പ്രബോധനവും എല്ലാം ഖുർആൻ പറയുന്നു. പക്ഷേ കുരിശുമരണത്തിലെത്തുമ്പോൾ ഖുർആൻ പറയുന്നു, ഇല്ല, ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല. പടച്ച തമ്പുരാൻ അദ്ദേഹത്തെ തന്നിലേക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തന്നിലേക്ക് ഉയർത്തി. പടച്ച തമ്പുരാൻ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ക്രൂശീകരണത്തിന് അദ്ദേഹത്തെ വിട്ടുകൊടുത്തില്ല. ക്രൂശീകരണത്തിന് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാതെ ദൈവം തമ്പുരാൻ അത്ഭുതകരമായി തന്റെ ദാസനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അതെ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനക്ക് ഉത്തരമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്ന് ഖുർആൻ പറയുന്നു. ഇല്ല, ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുത്തില്ല. ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ശപിക്കപ്പെട്ട കുരിശുമരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നതാണോ യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? അതല്ല, ആ വിനീതനായ ദാസന്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേട്ടു എന്നും രക്ഷപ്പെടുത്തി എന്നുമുള്ള ആശയമാണോ? അവിടെയാണ് നാം പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് എന്ന്. ഇതാണ് ആഭിഷേകമായ ഖുർആനികമായ വീക്ഷണം എന്ന് മനസ്സിലാക്കുക. എൻ്റെ പേര് റോയ് കട്ടക്കയം, ആനക്കുഴിക്കരയാണ് താമസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഉള്ളിടത്തോളം കാലം ക്രൈസ്തവരുടെ ബൈബിൾ വന്നതിന് എത്രയോ കാലശേഷമാണ് പരിശുദ്ധ ഖുർആൻ വന്നത്. എന്നാൽ ക്രൈസ്തവരുടെ ബൈബിളിൽ അബ്രാഹം എന്ന് പറയുന്ന ഇബ്രാഹിമിൻ്റെ മക്കളിൽ ഇസ്ഹാക്കിനെ ബലി കൊടുക്കുന്നതായിട്ടാണ് പരിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ഖുറാനിൽ വന്നപ്പോൾ ഇസ്മായിലിനെ ബലിയർപ്പിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വംശപാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഖുറാനിൽ അങ്ങനെ എഴുതി ചേർത്തതാണോ എന്നാണ് എൻ്റെ സംശയം. ബഹുമാനപ്പെട്ട സുഹൃത്തിൻ്റെ ചോദ്യം, ബൈബിളിൽ പറയുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നാണ്. എന്നാൽ ഖുർആനിൽ പറയുന്നത് ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി എന്നാണ്. ഇത് വംശപാരമ്പര്യം അവകാശപ്പെടാൻ വേണ്ടി ഖുർആനിൽ എഴുതി ചേർത്തതാണോ എന്നാണ് പരിശോധിക്കേണ്ടതാണ് തീർച്ചയായും. ഒന്നാമതായി തന്നെ പറയട്ടെ, പരിശുദ്ധ ഖുർആനിന് നേർക്ക് നേരെ ഇസ്മായിലിനെയാണ് ബലിയർക്കാൻ കൊണ്ടുപോയത് എന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ഖുർആനിൽ നേർക്ക് നേരെയില്ല. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണത്തിലാണ് ഈ കാര്യങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ആരാണ് വംശീയതയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എഴുതി ചേർത്തതെന്ന് നിങ്ങൾ പരിശോധിക്കും. നിങ്ങൾക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 16 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ് അബ്രഹാമിൻ്റെയും ബലിയർക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിലെ ചില വചനങ്ങൾ ഞാൻ പറയാം. യഹോവ അബ്രഹാമിനോട് കൽപ്പിച്ചു, നിന്റെ ഏകജാതനായ പുത്രനെ തന്നെ നീ ബലിയർപ്പിക്കുക. ആരാണ് ഏകജാതനായ പുത്രൻ? പറയും, സ്വാഭാവികമായിട്ടും ക്രൈസ്തവ യഹൂദന്മാർ പറയും, ഏകജാതനായ പുത്രൻ ഇസ്ഹാക്കാണ്. തീർച്ചയായും അപ്പോൾ നമുക്ക് മറുപടി പറയും, അല്ലല്ലോ, ബൈബിൾ പ്രകാരം തന്നെ ഹാഗാറിനുണ്ടായ ഇസ്മയേൽ ആണല്ലോ അബ്രഹാമിന്റെ ആദ്യത്തെ പുത്രൻ. അവർ ഉടനെ തന്നെ മറുപടി പറയും, ഹാഗാർ അടിമ സ്ത്രീയായിരുന്നു.
അടിമ സ്ത്രീക്കുണ്ടായ പുത്രൻ പുത്രനായി പരിഗണിക്കപ്പെടുകയില്ല. 2 ചോദ്യങ്ങളുണ്ട് അവിടെ. ഒന്നാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിലെ 19-ാമത്തെ അധ്യായത്തിലെ 1 മുതൽക്കുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഹാഗാർ അടിമ സ്ത്രീയാണ്. ആരുടെ അടിമ സ്ത്രീ? അബ്രഹാമിന്റെ അടിമ സ്ത്രീ അല്ല, സാറായുടെ അടിമ സ്ത്രീ. പരിശോധിച്ചു നോക്കാം പുസ്തകങ്ങൾ. സാറായുടെ അടിമ സ്ത്രീ. സാറായിക്ക് കുട്ടികൾ ഉണ്ടാകാഞ്ഞപ്പോൾ അബ്രഹാമിനെ ഭാര്യയായി കൊടുത്തു എന്നാണ്. ആര് കൊടുത്തു? സാറായി കൊടുത്തു എന്നാണ്. സാറായിയുടെ അടിമ സ്ത്രീയാണ്, അബ്രഹാമിന്റെ അടിമ സ്ത്രീ അല്ല. ആ സാറായി അബ്രഹാമിന് ഹാഗറിനെ ഭാര്യയായി കൊടുത്തു എന്നാണ്, അടിമ സ്ത്രീയായി വെപ്പാട്ടിയായി കൊടുത്തു എന്നല്ല. ആ ഭാര്യയായ ഹാഗാറിലുണ്ടായ കുട്ടി, അതാണ് ഇസ്മയേൽ. തീർച്ചയായും മേഘജാതൻ ഇസ്മയേൽ തന്നെയാണ്. മാത്രവുമല്ല, നിങ്ങൾ ആലോചിച്ചൊക്കെ, ദൈവത്തിൻ്റെതാണ് ഈ കൽപ്പന. ദൈവ ഇസ്രായേലിനോ അറബിയോ ഒന്നും അല്ലല്ലോ. പടച്ച തമ്പുരാൻ കൽപ്പിക്കുകയാണ്. ആരോട്? അബ്രഹാമിനോടാണ് കൽപ്പിക്കണം, നിന്റെ ഏകജാതനെ. അപ്പോൾ ദൈവം തമ്പുരാൻ അടിമ സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞിനെ മകനായി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ഭീകരനായ ദൈവത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദൈവം അടിമ സ്ത്രീ ആയിപ്പോയി എന്നതുകൊണ്ട് സ്വന്തം ബീജത്തിൽ നിന്നുണ്ടായ കുഞ്ഞിനെ അയാളുടെ കുഞ്ഞായി അംഗീകരിക്കാൻ പഠിച്ചോൻ തയ്യാറാവണില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു ദൈവത്തെ നമുക്ക് അംഗീകരിക്കാൻ തന്നെ കഴിയോ? അങ്ങനെ ഭീകരനായ ഒരു ദൈവത്തെ, ഒരു ഇസ്രായേലിയനായ ദൈവത്തെ? തീർച്ചയായും ദൈവം അങ്ങനെ കൽപ്പിക്കില്ല. ദൈവത്തിന്റെ കൽപ്പന ഏകജാതനെയാണ്. ഇനി ഇവിടെ ഇസ്രായേൽ വംശീയതയുടെ ഒരു കളി നടന്നിട്ടുണ്ട്. ആ കളി നിങ്ങൾക്ക് ബൈബിളിലുടനീളം കാണാൻ കഴിയും. ബൈബിളിലുടനീളം ഇസ്രായേലി വംശീയതയുടെ, പഴയ നിയമത്തിൽ ഇസ്രായേലി വംശീയതയുടെ ശക്തമായ കടന്നുകയറ്റം കാണാൻ കഴിയും. സുഹൃത്ത്, ആത്മാർത്ഥമായി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലെ 32-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വചനം മുതൽക്കുള്ള വചനം ഒന്ന് വായിച്ചു നോക്കുക. എന്താ ഉൽപ്പത്തി പുസ്തകം പറയുന്നത്? ഒരു ദിവസം യാക്കോബിന്റെ അടുത്ത് ഒരു മല്ലനായ ആള് വന്നിട്ട് ഗുസ്തി പിടിച്ചു. അങ്ങനെ ഗുസ്തി പിടിച്ചപ്പോ അവസാനം യാക്കോബ് അയാളെ ഗുസ്തിയിൽ തോൽപ്പിച്ചു. ഗുസ്തിയിൽ തോൽപ്പിച്ചപ്പോ യാക്കോബിനോട് അവൻ കരഞ്ഞു പറഞ്ഞിട്ട് അയാളെ വിട്ടു. ഊര ശരിക്കും പിടിച്ചു എന്നാണ്. അങ്ങനെ പിടിച്ചിട്ട് അതിൽ നിന്ന് പ്രയാസപ്പെട്ട് വിട്ടപ്പോ യാക്കോബ് പറഞ്ഞു, ഞാൻ ദൈവത്തിനെ മുഖം കണ്ടു. ആരുമായിട്ടാണ് യാക്കോബ് ഗുസ്തി പിടിച്ചത്? ദൈവമായിട്ട്. എന്നിട്ടോ പിന്നീട് പറയുന്ന വചനം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെ യാക്കോബ് ദൈവവുമായി മല്ലിടിച്ച് ജയിച്ചത് കൊണ്ട് അവൻ ഇസ്രായേൽ എന്ന പേരുണ്ടായി. ഇസ്രായേൽ എന്നുള്ള പേരുണ്ടായത് എങ്ങനെയാ? യാക്കോബ് ദൈവമായിട്ട് മല്ലടിച്ച് ജയിച്ചതുകൊണ്ട്, ഗുസ്തി പിടിച്ച് ജയിച്ചതുകൊണ്ട്. അപ്പൊ ഇസ്രായേലി വംശത്തിന്റെ ഗോത്രപിതാവായ യാക്കോബ് ആ ഇസ്രായേലി വംശത്തിന്റെ ആ പേരിന്റെ തന്നെ നിദാനം ദൈവവുമായി പോലും ഗുസ്തി പിടിച്ച് ജയിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ എഴുതി ചേർത്തതല്ലാതെ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്ന ദൈവം ഒരു യാക്കോബുമായി ഗുസ്തി പിടിച്ച് തോൽക്കണ ദൈവമാണോ? അലക്സ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി നോക്കുക നിങ്ങൾ, ഞാൻ പറഞ്ഞ നേരത്തെ വചനങ്ങൾ തന്നെ. ആ വചനങ്ങളിൽ ചെറുപ്പം മുതൽക്കുള്ള കാര്യങ്ങളുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ മതി. ഉൽപ്പത്തി പുസ്തകത്തിൽ ചെറുപ്പത്തിൽ ആദ്യം ഹാഗാറിന് കുട്ടിയുണ്ടായി. അങ്ങനെ ഇസ്മയേൽ ഹാഗാറിനുണ്ടാകുന്നത് അബ്രഹാമിന്റെ 84-ാമത്തെ വയസ്സിലാണ്. 86-ാമത്തെ വയസ്സിലാണ് ഹാഗാർ പിന്നെ പുറത്താക്കുന്നത്. 100-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇസ്ഹാക്ക് ഉണ്ടായതിനു ശേഷമാണ് ബൈബിൾ പറയുന്നത് അനുസരിച്ച് ഹാഗാറിനെയും കുഞ്ഞിനെയും പുറത്താക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇസ്ഹാക്ക് ഉണ്ടായി കഴിഞ്ഞു, സാറയുടെ മകൻ ഉണ്ടായി കഴിഞ്ഞു, ഇനി സ്വന്തം ആളായി. അതുകൊണ്ട് സാറ പറഞ്ഞനുസരിച്ചാണ് പുറത്താക്കുന്നത്. ഇനി നമ്മൾ ബൈബിളെ ശരിക്കും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുക. പുറത്താക്കുന്ന സമയത്ത് ഇസ്മായിലിന് എത്ര പ്രായമുണ്ട്? 16 വയസ്സ് അല്ലേ? 16 വയസ്സ് ഉറപ്പാ. 84-ഉം 16-ഉം 100 അല്ല, 86-ഉം 14-ഉം 100.
ഈ 2 വയസ്സ് കഴിഞ്ഞ് മുലകുടി പ്രായം മാറുന്ന സമയത്താണ് ഇവരെ പുറത്താക്കുന്നത്. അപ്പോൾ +2 16. എന്നിട്ട് പറയാണ്, ഹാഗാറിൻ്റെ തോളിൽ കുഞ്ഞിനെ വെച്ചു കൊടുത്ത് ഒരു തോൽപാത്രത്തിൽ വെള്ളവും കൊടുത്ത് മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ഏത് തോളിൽ കുഞ്ഞിനെ വെച്ചു കൊടുത്ത് 16 വയസ്സുള്ള കുട്ടിനെ കഴിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞിനെ മരുഭൂമിയിലിട്ടു. നിലത്ത് കിടന്ന് പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ഹാഗാർ പറഞ്ഞു, കാലിട്ടടിച്ച് പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ഹാഗാർ പറഞ്ഞു, എനിക്കത് കാണാൻ വയ്യ. നിങ്ങൾ പഠിച്ചു വെച്ചു നോക്കുക, ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായം എടുത്തു നോക്കുക. ഞാൻ അടുത്ത് തരാം. പരിശുദ്ധ ബൈബിളിൽ ഇസഹാക്ക് എന്ന് തന്നെ പേര് പറഞ്ഞിട്ടുണ്ട്. നിന്റെ മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കുക. അതെ, ഞാൻ പറയാം. ഇവിടെ ഈ ഇസാക്ക്, ഞാൻ പറയുന്നത് ഈ കഥയിൽ പൊതുവായി ഒരു ഇസ്രായേലി വംശീയതയുടെ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടി? നേരത്തെ ദൈവത്വവുമായി മല്ലടിച്ച് ജയിച്ചവനായി ഇസ്രായേലിന്റെ ഗോത്രപിതാവിനെ അവതരിപ്പിച്ചതുപോലെ ആ ഗോത്രപിതാവിന്റെ പിതാവായ ഇസാക്കിലൂടെയാണ് എല്ലാ അനുഗ്രഹങ്ങളും ലോകത്തിനുണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ, ഇസാക്കിനെയാണ് ബലിയെറുക്കാൻ കൊണ്ടുപോയത് എന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെ പല കൈക്രിയകളും നടന്നിട്ടുണ്ട്. പക്ഷെ ആ കൈക്രിയകളെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഉള്ളിൽ നിന്ന് സത്യം മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നോക്ക് നിങ്ങൾ, ഇസാക്കിന് വേണ്ടി ഇസ്മായേലിനെ ഒഴിവാക്കി എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ ഇസാക്കിന് വേണ്ടി ഇസ്മായേലിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ബൈബിൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇസ്മായേലിന് 16 വയസ്സുള്ളപ്പോൾ ഹാഗാറിന്റെ തോളിൽ കുഞ്ഞിനെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞയച്ചു എന്ന് പറയേണ്ടി വരും. 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ തോളിൽ കൊണ്ടുപോയി ഹാഗാർ എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്നിട്ടോ ഈ കുഞ്ഞിന് വെള്ളം കിട്ടാതെ കിടന്ന് പിടയുന്നത് ബൈബിൾ പറയുന്നു. 16 വയസ്സുള്ള ഒരു കുഞ്ഞെ അങ്ങനെ കാലും കൈയിട്ടടിക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇവിടെ സംഭവം നടന്നിട്ടുള്ളത് എപ്പോഴാണ്? ഈ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ദൈവം തമ്പുരാൻ മകനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചില്ല അബ്രഹാമിനെ. അതേപോലെയുള്ള ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് അബ്രഹാമിനുണ്ടായ ആദ്യത്തെ കുഞ്ഞിനെ അതിന്റെ മുലകുടി പ്രായം മാറുന്നതിന് മുൻപ് മരുഭൂമിയിൽ കൊണ്ടുപോയിടാൻ പടച്ചോൻ കൽപ്പിച്ചത്. പക്ഷെ അവിടെ ഇസാക്കിന് വേണ്ടി വരുത്താൻ വേണ്ടി അവർ ഇസാക്കിന്റെ ജനനത്തിന് ശേഷം ആക്കി മാറ്റി ബൈബിളിൽ. പക്ഷെ അവിടെ നമുക്ക് കാണുന്നത് എന്താ? ഈ കാര്യങ്ങളാണ്. ഇസാക്കിന്റെ ജനനത്തിന് ശേഷം അല്ല അബ്രഹാം ഇസ്മായേലിനെ ഒഴിവാക്കിയിട്ടുള്ള ഇസ്മായേലിനെ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടത്. പക്ഷെ അങ്ങനെ വരുത്താൻ വേണ്ടി ശ്രമിച്ചു. എന്തിനു വേണ്ടി? ഇസ്രായേലി വംശീയതയെ സ്ഥാപിക്കാൻ വേണ്ടി. ഈ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ഏകജാതനായി ഇസ്ഹാക്കിനെ എന്ന് പറയുന്നത് ശരിയാണ്. അലക്സ് പറഞ്ഞത് ശരിയാണ്. ഏകജാതനായി ഇസ്ഹാക്കിനെ എന്ന് പറയുന്നുണ്ട്. ആ ഇസ്ഹാക്ക് ഒരിക്കലും ഏകജാതനല്ല, ആദ്യജാതനല്ല. ആദ്യജാതൻ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെ അത് പറഞ്ഞു? അതിന്റെ കാരണം ഇസ്ഹാക്കിനെ എന്നുള്ളത് പിന്നീട് കടത്തി കൂട്ടിയതാണ്. അപ്പോൾ ബൈബിളിൽ കള്ളത്തരം പറഞ്ഞാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായും ഇസ്രായേലിയർ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട് ബൈബിളിൽ. അത് ഞാൻ പറയുന്നതല്ല, ബൈബിൾ തന്നെ പറയുന്നതാണ്. ബൈബിൾ ഇറങ്ങിയതിന് 600 വർഷത്തിന് ശേഷമാണ് ഖുറാൻ. അല്ല, ബൈബിൾ തന്നെ പറയുന്നു. ഇരമ്യാവിന്റെ പുസ്തകം, ജെറമ്യാ പ്രവാചകൻ വന്നപ്പോൾ ജെറമ്യാ പ്രവാചകനോട് ഞങ്ങൾ ന്യായപ്രമാണത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് ചെന്ന പുരോഹിതന്മാരോട് ജെറമ്യാ പ്രവാചകൻ പറയുന്ന മറുപടി ഇരമ്യാവിന്റെ പുസ്തകത്തിൽ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിലുണ്ട്. ഞങ്ങൾ ജ്ഞാനികൾ, ഞങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? നിങ്ങളുടെ വ്യാജതൂലിക ന്യായപ്രമാണത്തെ വ്യാജമാക്കിയിരിക്കുന്നു എന്നാണ്. വ്യാജതൂലിക വ്യാജമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തൂലിക ഒരു സാധനത്തിന് വ്യാജമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പലതും ഓർക്ക് പറ്റിയത് എഴുതി ചേർത്തിട്ടുണ്ടെന്ന് അർത്ഥം. അല്ലെങ്കിൽ എഴുതി ചേർത്തിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യനോട്, ഒരു പ്രവാചകനോട് ഇടിച്ചിട്ട് തോൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അത് പിന്നീട് ഇപ്പൊ ക്രൈസ്തവ പുരോഹിതന്മാർ അത് വ്യാഖ്യാനിച്ചിട്ട് അത് ദൈവദൂതനാണെന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ദൈവദൂതനാണെന്ന് അവിടെ ഇവിടെ ഇല്ല. ബൈബിളിൽ പറയുന്നത് എന്താ? ദൈവവുമായി മല്ലടിച്ച് ജയിച്ചവൻ എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പല അബദ്ധങ്ങളും ഉള്ളത്. ഖുർആൻ 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായത് ശരിയാണ്. പക്ഷേ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഖുർആൻ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച അതേ രൂപത്തിൽ മനുഷ്യരുടെ കരവിരുതുകൾ നടക്കാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ബൈബിളിൽ കൈകടത്തലുകൾ നടന്നിടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇസ്രായേലി വംശീയതയുടെ സ്വാധീനം കാണാൻ കഴിയും. അത് വസ്തുതയാണ്.
അങ്ങയുടെ വിശ്വാസം അങ്ങയെ സംരക്ഷിക്കട്ടെ. അങ്ങനെയല്ല, നമ്മുടെ വിശ്വാസങ്ങൾ രക്ഷിക്കട്ടെ എന്ന കേവലമായ ആശംസ കൊണ്ട് കാര്യമില്ല. വിശ്വാസം ശരിയാണോ നമ്മൾ പരിശോധിക്കണം. എൻ്റെ ബഹുമാനിയ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് അതാണ്. എന്താണ്? ബൈബിളിൽ വിശ്വസിക്കുന്നയാളാണ് സുഹൃത്ത്, തീർച്ചയായും ഖുർആനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇത് ശരിയാണെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. ഞാൻ ഖുർആൻ ശരിയാണെന്നാണ് വിശ്വസിക്കുന്നത്, സുഹൃത്ത് ബൈബിൾ ശരിയാണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാം മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. ആ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ പരിശോധന പ്രസക്തമാണ്. ആ പരിശോധിച്ച് നോക്കിയിട്ട് നമ്മൾ ആ വിശ്വാസം രക്ഷിക്കുമോ നമ്മൾ പരിശോധിക്കണം. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ, എൻ്റെ വിശ്വാസം തെറ്റാണെങ്കിൽ തീർച്ചയായും അത് തിരുത്താൻ ഞാൻ സന്നദ്ധാവണം. അതേപോലെ തന്നെ സുഹൃത്ത്, ബൈബിളില് ഷാവുലമീത് ശൂരനടുത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ഒരു വചനം കാണുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായൊരു രൂപം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ ചോദ്യം, ബൈബിളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊരു വചനം കാണുന്നു. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ശരിക്കും ബൈബിൾ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വചനം എവിടെ നിന്നാണ് സഹോദരൻ കണ്ടത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായിരുന്നാലും സുഹൃത്ത്, ബഹുമാന്യനായ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ചോദ്യം, അതിൻ്റെ സ്രോതസ് ക്രൈസ്തവ സഹോദരന്മാരുടെ പ്രഭാഷണങ്ങളിലും പ്രബോധനങ്ങളിലുമെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവ് എന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും സ്തുതി എന്നുമെല്ലാമുള്ള പ്രയോഗങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ അത് എന്താണ് എന്നായിരിക്കും ചോദ്യത്തിൻ്റെ കാതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ ദൈവസങ്കല്പ പ്രകാരം ഏകനാണ് ദൈവം, ഏകനാണ് ദൈവം. പക്ഷേ 3 വ്യക്തിത്വങ്ങൾ ഏകദൈവത്തിലുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തുടങ്ങിയ 3 വ്യക്തിത്വങ്ങൾ ഒരേപോലെ സമ്മേളിച്ച ഏകദൈവം എന്ന ആശയമാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്നത്. ക്രൈസ്തവ സഭ ഏകദൈവമാണ്, പക്ഷേ 3 വ്യക്തികളുണ്ട്. ഇതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് അവർക്കോ നമുക്കോ ലോകത്തിൽ ആർക്കുമോ മനസ്സിലായിട്ടില്ല. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ 3 ദൈവമുണ്ടോ? 3 ദൈവമില്ല. ഏകദൈവമല്ലേ? ഏകദൈവമാണ്. എന്നാൽ 3 പേരില്ലേ? 3 പേരുണ്ട്. പിതാവ് പുത്രനാണോ? അല്ല. പുത്രൻ പരിശുദ്ധാത്മാവാണോ? അല്ല. പിതാവ് പരിശുദ്ധാത്മാവാണോ? അതുമല്ല. എന്നാൽ 3 പേരുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. ഇതാണ് ക്രൈസ്തവ ദൈവസങ്കല്പം. ഈ ദൈവസങ്കല്പത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി അവർ ബൈബിളിൽ നിന്ന് പലതും എടുത്തുദ്ധരിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ബൈബിളിൽ ഇന്ന് നിലവിലുള്ള പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലോ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലോ ഒന്നും തന്നെ ഒരു തവണ പോലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കൂടിച്ചേർന്നതാണ് ഏകദൈവമെന്ന ആശയം കാണുവാൻ സാധ്യമല്ല. അതൊരു പുതിയ ആശയമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച ആശയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തായിരുന്നു യേശു പഠിപ്പിച്ചത്? പിതാവായ ദൈവം, സർവശക്തനായ ദൈവം. പിതാവ് എന്ന പദപ്രയോഗത്തെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. പിതാവ് എന്ന പദപ്രയോഗം ഒരു വിലക്ഷണമായ ഹീബ്രു പദപ്രയോഗത്തിൽ നിന്ന് കടന്നു വന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യേശു പിതാവ് എന്ന് വിളിച്ചത് ഏത് രൂപത്തിലായിരുന്നു എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല. കാരണം അദ്ദേഹം വിളിച്ച ഭാഷയിൽ ഇന്ന് ബൈബിളിലെ വചനങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അദ്ദേഹം സംസാരിച്ചത് അരാമിക് ഭാഷയിലായിരുന്നു, അരമായ ഭാഷയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം തന്നെയുള്ളത്. അതിൻ്റെ ഒറിജിനൽ ഗ്രീക്കിൽ ഉള്ളതാണ്. യേശുവിൻ്റെ പദങ്ങൾ ഗ്രീക്ക് ഭാഷയിലാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യേശു എന്താ വിളിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാട്, യേശു പറഞ്ഞൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ ഭൂമിയിലെ ഒരാളെയും പിതാവ് എന്ന് വിളിക്കരുത്, കാരണം സ്വർഗസ്ഥനായ ഒരു പിതാവേ നമുക്കുള്ളൂ. അപ്പോൾ ഉറപ്പാണ്, നമ്മൾ വിളിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു പിതാവ് എന്നുള്ള വിളിയല്ല യേശുക്രിസ്തു വിളിച്ചതെന്ന് ഉറപ്പാണ്. കാരണം ഭൂമിയിൽ ഒരാളെയും അച്ഛൻ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കാൻ പോണ കാര്യമില്ല എന്ന് നമുക്കറിയാം. യേശുക്രിസ്തു പഠിപ്പിച്ചത് ഈ പിതാവ് എന്ന പദം തീർച്ചയായും യേശു മറ്റെന്തോ സാങ്കേതിക ശബ്ദമായിരിക്കണം ഉപയോഗിച്ചത്. ആ പദം വിലക്ഷണമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് ഉണ്ടായ ഒരു അപകടം മാത്രമാണ് പിതാവ് എന്ന പദപ്രയോഗം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന സങ്കല്പം ഇവർ 3 പേരും
കൂടിച്ചേർന്നാണ് ഏകദൈവം എന്ന സങ്കല്പം. ഇതിന് ബൈബിളിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബുദ്ധി ഉപയോഗിച്ചാലും ഈ സങ്കല്പം തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ബൈബിളിലെ പുസ്തകങ്ങളെടുത്ത് പരിശോധിച്ചാലും കാണാൻ കഴിയും. കാരണം യേശുക്രിസ്തു പഠിപ്പിച്ചത് യേശുവിൽ നിന്ന് ഭിന്നനായ ഒരു ദൈവത്തെക്കുറിച്ചാണ്. പല തവണ യേശു ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ബൈബിളിൽ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് യേശുക്രിസ്തു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ യേശു പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ എന്നാണ്. ഏക സത്യദൈവം നീ അയച്ചിരിക്കുന്നവൻ യേശുക്രിസ്തു എന്നാണ്. നീ അയച്ചിരിക്കുന്നവൻ, ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അറബിയിൽ പറഞ്ഞാൽ റസൂൽ, അയക്കപ്പെട്ടവൻ. നീ അയച്ചിരിക്കുന്നവനാണ് യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത്. ഏക സത്യദൈവം നീ അയച്ചിരിക്കുന്നവൻ. അപ്പൊ ഏകനായ സത്യദൈവം നീയാണ്. വീണ്ടും യേശുക്രിസ്തു വീണ്ടും പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കലേക്ക് ഞാൻ കയറി പോകുന്നു. അപ്പം ഞാൻ വേറെ, ദൈവം വേറെ. എൻ്റെ ദൈവം ആരാണോ അത് നിങ്ങളുടെയും ദൈവമാണ്, എൻ്റെ പിതാവ് ആരാണോ അത് നിങ്ങളുടെയും പിതാവാണ് എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. യേശുവിൽ നിന്ന് ഭിന്നമായ അത്യുന്നതനായ പടച്ചതമ്പുരാനെക്കുറിച്ചാണ് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ മുഴുവനും, ബൈബിളിൽ രേഖപ്പെടുത്ത വചനങ്ങളിൽ പോലും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന സഭയുടെ ഒരു വിശ്വാസം മാത്രമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കൂടിച്ചേർന്ന ഏകദൈവം എന്ന വിശ്വാസം. ഇത് യേശുവോ പ്രവാചകന്മാരോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് തീരെ പരിചയമില്ല. യേശുവിന് ശേഷം 300 കൊല്ലങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇത്തരം ഒരാശയം റോമ മതത്തിൽ നിന്ന് ക്രൈസ്തവ ദർശനത്തിലേക്ക് കുടിയേറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് അഭിഷേകമായി വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുർ റഹീം, സ്ഥലം കാരാളിമുക്ക്. എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഹൃദയത്തിൽ ഉദിച്ച ഒരു സംശയമാണ്. മദ്രസയിൽ പഠിക്കുന്ന സമയത്തൊക്കെ യേശുവിനെ പറ്റി, ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി പറയുമ്പോൾ യജി ഉഫിസ് സമാ ഇൽ ആന, ഇപ്പോഴും ആകാശത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നൊരു വാചകം എവിടെയോ കേട്ട ഒരോർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഈസാ നബി അലൈഹി സ്വലാം ഖിയാമത്ത് നാളിൽ രണ്ടാമത് ഒന്നുകൂടി ഈ ലോകത്ത് അവതരിക്കുമെന്നും വീണ്ടും ഒരു 40 വർഷക്കാലം ഇസ്ലാമിക രീതിയിലുള്ള ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കും എന്നും ഒരു വിശ്വാസമുള്ളതായിട്ട് കേട്ടു. അതിൻ്റെ ഉപോത്ബലകമായിട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, മനസ്സിലുള്ള ആ സംശയമാണ്. അങ്ങനെയാണ് എങ്കിൽ രണ്ടാമതൊരു ചാൻസ് കൊടുത്തത് ഈസാ നബി അലൈഹിസ്സലാമിനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ രണ്ടാമതൊരു ചാൻസ് കൊണ്ട് ശ്രേഷ്ഠത ഈസാ നബി അലൈഹിസ്സലാമിന് കൊടുക്കാൻ എന്താണ് കാരണം? ഒന്ന് അത്. പിന്നീടൊന്ന്, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എന്ന വാക്കിനർത്ഥം ക്രൂശിക്കപ്പെട്ടവൻ എന്നാണെങ്കിൽ, ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് യേശു ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ ക്രിസ്തു എന്ന പ്രയോഗം ശരിയാണോ? ഇതാണ് എൻ്റെ ചോദ്യം. വളരെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യായ സുഹൃത്തിൻ്റെ ചോദ്യം 2 ചോദ്യങ്ങളാണ്. ഇരട്ട ചോദ്യങ്ങൾ സാധാരണയായി അനുവദിക്കാറില്ല. ഏതായിരുന്നാലും ചോദിച്ച സ്ഥിതിക്ക് മറുപടി പറയുന്ന ഒന്ന്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് വരും എന്നൊരു വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഇതിന് വല്ല തെളിവുമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സവിശേഷത നൽകാൻ കാരണം എന്താണ്? മുഹമ്മദ് നബിക്ക് കൊടുക്കാത്തൊരു സവിശേഷത അദ്ദേഹത്തിന് എന്താ നൽകിയത്? ഇവിടെ ഇത് കേവലം മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസമല്ല. സഹീഹുൽ ബുഖാരിയിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വീകാര്യമായി മുസ്ലിം ലോകം അംഗീകരിക്കുന്ന സഹീഹായ അഥവാ സ്വീകാര്യ യോഗ്യമായ ഹദീസുകൾ മാത്രമുള്ള സഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നായി രേഖപ്പെടുത്തപ്പെട്ട വ്യക്തമായ വചനമാണ് ഈസാ ഇബ്നു മറിയം രണ്ടാമത് ഈ ലോകത്തിലേക്ക് കടന്നു വരുമെന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യം ഒരു പരിധി വരെ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ കഴിയൂ. കാരണം പടച്ച തമ്പുരാൻ ഓരോ പ്രവാചകന്മാരെയും തിരഞ്ഞെടുക്കുന്നത് ഓരോ രൂപത്തിലാണ്. ഓരോ പ്രവാചകന്മാർക്കും നൽകുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ ഓരോ രൂപത്തിലാണ്.
ഓരോ പ്രവാചകന്മാർക്കും നൽകുന്ന കഴിവുകളും ഓരോ രൂപത്തിലാണ്. ഓരോ പ്രവാചകന്മാർക്കും നൽകിയിട്ടുള്ള ശ്രേഷ്ഠതയും വ്യത്യസ്തമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് മരങ്ങൾ അവിടെയെല്ലാം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത്, യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ ഉത്തരം പറയാം, അതുവരെ ഞാൻ യേശുക്രിസ്തു എന്ന് തന്നെ പറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കയ്യിൽ കിട്ടാവുന്ന മരത്തിൻ്റെ വടി സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ ഉണ്ടായിരുന്നിരിക്കണം. ഉറപ്പാണല്ലോ, ഉണ്ടാവുന്ന മരം ഉണ്ടെങ്കിൽ വടി ഉണ്ടാവും. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ട് സർപ്പമാക്കിയതായി ബൈബിളിലോ ഖുർആനിലോ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മോശെ പ്രവാചകൻ അത് ചെയ്തതായി ബൈബിളിലും പറയുന്നു, ഖുർആനിലും പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യേശുക്രിസ്തുവിന്റെ കാലത്ത് സമുദ്രമുണ്ട് അവിടെ. ആ സമുദ്രത്തെ അദ്ദേഹത്തിന് വടി ഉപയോഗിച്ചോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ പിളർത്തിയതായി നമ്മൾ എവിടെയും കാണുന്നില്ല. എന്നാൽ മോശെ പ്രവാചകൻ അത് ചെയ്തതായി നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഒരുപാട് ശ്മശാനങ്ങളുണ്ട് അവിടെ. യേശു മരിച്ചവരെ ജീവിപ്പിച്ചതായി പരിശുദ്ധ ഖുർആനിലും ബൈബിളിലുമെല്ലാം കാണാൻ കഴിയും. എന്നാൽ ആ ശ്മശാനങ്ങളിൽ പോയി ശ്മശാനത്തിലെ ജീർണിച്ചുപോയ ശവശരീരങ്ങളുടെ ബാക്കിയായ എല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ എല്ലുകളിൽ നിന്ന് ആ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവ് കൊടുത്തതായി ഖുർആനിലോ ബൈബിളിലോ എവിടെയുമില്ല. ബൈബിൾ പ്രകാരം യഹസ്കിയേൽ എന്ന പ്രവാചകൻ, എസക്കിയേൽ എന്ന പ്രവാചകന് അത്തരമൊരു കഴിവ് നൽകിയതായി ബൈബിളിലെ യഹസ്കിയേലിന്റെ പുസ്തകം പഠിപ്പിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞത്, ഓരോ പ്രവാചകനും നൽകുന്ന കഴിവുകളും ഓരോ പ്രവാചകരും നൽകുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങളും വ്യത്യസ്തമാകാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരവധി അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ രണ്ടായി പിളർന്ന സംഭവം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത്തരമൊരു പ്രകൃതി പ്രതിഭാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അത്ഭുതമുണ്ടായതായി നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ നാം എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ജനങ്ങളുടെ മുന്നിൽ പറയാത്തത്? അതിന് കാരണം മറ്റൊന്നുമല്ല, അത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് ഉദ്ധരിക്കാൻ ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു ദൈവനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തെളിവ് ചോദിച്ചാൽ തെളിവ് ഉദ്ധരിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അന്ന് സംഭവിച്ച കാര്യമാണ്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഖുർആനിൽ അതിന് സൂചനയുണ്ട് എന്ന് പറയുകയല്ലാതെ നിർവാഹമില്ല. എന്നു മാത്രവുമല്ല, ചന്ദ്രനെ പിളർത്തുന്നതിനേക്കാൾ, സൂര്യനെ പിളർത്തുന്നതിനേക്കാൾ, ആകാശഗോളങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം അങ്ങനെ ഇസ്രാഉം മിഅ്റാജുമാകുന്ന അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിന് അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാർക്ക് അങ്ങനെ ഉണ്ടായതായി നമ്മൾ വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. എന്നാൽ ഇതിനേക്കാളെല്ലാം വലിയ ഏറ്റവും സ്പഷ്ടമായ അത്ഭുതം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉണ്ടായിട്ടുള്ള അത്ഭുതം പരിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതമാക്കുന്നു. പരിശുദ്ധ ഖുർആൻ നമ്മളെ അതിങ്ങനെ ഭംഗിയുള്ള ചട്ടയിൽ പൊതിഞ്ഞ ഒരു പുസ്തകമായി ആ പാരായണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നമുക്കും അതിൻ്റെ അത്ഭുതം അറിയില്ല, മറ്റുള്ളവർക്ക് തീരെയും അറിയില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. അതേ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഒരു ഭൗതികവാദിക്ക് പോലും പരിശുദ്ധ ഖുർആൻ ദൈവികമല്ല എന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാൻ സാധ്യമാക്കുമാറ് കൃത്യമായി എക്കാലഘട്ടത്തിലും അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ തല ഉയർത്തി നിന്ന് ഉജ്ജ്വലമായി ഇതാ ഞാൻ ദൈവികമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു തെളിവ്, പ്രവാചകന്മാരിൽ നിന്നുണ്ടായ ഒരേ ഒരു തെളിവ് അവശേഷിക്കുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അത് നൽകിയത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാണ്. ഇനി യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുക, യേശുക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം അത്ഭുതകരമാണ്. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അത്ഭുതകരമായ ജനനം. എന്തേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചോൻ അത്ഭുതകരമായി ജനിപ്പിക്കാഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് സാധാരണ മറുപടി പറയേണ്ടത് അത് പടച്ചോനോട് വെച്ചു കൊടുക്കണം എന്നാണ്. അല്ലെ, പടച്ച തമ്പുരാൻ ഓരോന്നിനും ഓരോ നിയമങ്ങളും ഓരോ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം അത്ഭുതകരമാണ്. കാരണം ഒരു പുരുഷ സ്പർശമേക്കാത്ത സ്ത്രീയിൽ നിന്നാണ് അവരുടെ ജനനമുണ്ടായത്, അദ്ദേഹത്തിന്റെ ജനനമുണ്ടായത്. അതേപോലെ തന്നെ അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ ഇതേപോലെ തന്നെ മറ്റു പല പ്രവാചകന്മാർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ തിരോധാനമാകട്ടെ ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയുമാണ്.
അതാണ് ആ തിരോധാനത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ തിരോധാനം, അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് പോയി. എങ്ങനെ പോയി? ബൈബിൾ സുവിശേഷങ്ങൾ 4 പറയുന്നു ക്രൂശിക്കപ്പെട്ടു. ഖുർആൻ പറയുന്നു ഒമാ ഖതലുഹു ഒമാ സലബുഹു ലാകിൻ ശുബ്ബിഹ ലഹും, അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, അദ്ദേഹത്തെ അവർക്ക് കൊല്ലാനും കഴിഞ്ഞിട്ടില്ല, അങ്ങനെ അവർക്ക് തോന്നുക മാത്രമാണ് ഉണ്ടായത്. ബൈബിളല്ലാത്ത ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട മറ്റു ചില സുവിശേഷങ്ങൾ, ഈ 4 സുവിശേഷങ്ങളല്ലാത്ത മറ്റു ചില സുവിശേഷങ്ങൾ പറയുന്നു അദ്ദേഹം ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മറിച്ച് ക്രൂശിക്കപ്പെട്ടത് യൂദാസാണ് എന്ന് ഒരു സുവിശേഷം. ബർണബാസിന്റെ സുവിശേഷം, യൂദാസിന്റെ ലേഖനം പറയുന്നത് ജെയിംസ് ആണ് ക്രൂശിക്കപ്പെട്ടത്. ഇങ്ങനെ ഭയങ്കര അഭിപ്രായ വ്യത്യാസം. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ തിരോധാനത്തെക്കുറിച്ച് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഒന്നുമല്ല ശരി. ബൽ റഫഅഹുല്ലാഹി ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അവങ്കലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അതൊരു പ്രവാചകന് അടച്ചതമ്പുരാൻ നൽകിയ ഒരു മഹത്തായ സൗഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഒരു പ്രവാചകനേക്കാൾ അദ്ദേഹം വലുതായത് കൊണ്ടല്ല, ഏതെങ്കിലും ഒരു പ്രവാചകനേക്കാൾ വലുതോ ചെറുതോ ആയതുകൊണ്ടല്ല. നിങ്ങൾ നോക്കുക, ഒരു തലത്തിൽ അദ്ദേഹം വലുതാണെന്ന് പറയാം നമുക്ക്, പക്ഷെ മറ്റൊരു തലത്തിലോ നമ്മുടെ കേവല ബുദ്ധി ഉപയോഗിച്ചിട്ട് യേശു ക്രിസ്തു മുഹമ്മദ് നബിനേക്കാളും അപ്പോൾ അവസാനം വരുമ്പോൾ വലുതാവൂലേ എന്ന് ചോദിക്കാം. പ്രവാചകന്മാർ തമ്മിൽ വലുപ്പച്ചെറുപ്പം നിശ്ചയിക്കാൻ നമ്മൾ ആരുമല്ല. ലാ നുഫർരിഖ ബൈന അഹദിൻ മിൻഹും എന്ന് പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയാനാണ് മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തമ്മിൽ ഉച്ചനീചത്വങ്ങൾ, അവർ തമ്മിൽ വലുപ്പവും ചെറുപ്പവും നിർണ്ണയിക്കാൻ ഞങ്ങൾ ആരുമല്ല എന്ന് പറയണം എന്നാണ് മുസ്ലിമിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകന്മാർ തമ്മിൽ വലുപ്പ ചെറുപ്പം നമ്മൾ നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സുഹൃത്ത് ഉപയോഗിച്ച്, അതേ യുക്തി ഉപയോഗിച്ച് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ മുഹമ്മദ് നബി ആകൂലെ വലുപ്പം? അതേ യുക്തി തന്നെ ഉപയോഗിച്ചാൽ. കാരണം എന്താണ്? മറ്റൊരു പ്രവാചകനും അദ്ദേഹത്തിന് ശേഷം വന്നൊരു പ്രവാചകന്റെ അനുയായിയായി നിൽക്കേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വന്നൊരു പ്രവാചകന്റെ ആദർശം പ്രചരിപ്പിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ശേഷം കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ആളുകളെ വിധിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നവനായി തീരും എന്നാണ് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ യുക്തിബോധം വെച്ച് പടച്ചതമ്പുരാന്റെ പ്രവർത്തനങ്ങൾ പ്രവാചകന്മാരുടെ വലുപ്പ ചെറുപ്പങ്ങൾ നിർണ്ണയിക്കാതിരിക്കുക. ഓരോ പ്രവാചകന്മാർക്കും ഓരോ സവിശേഷതകൾ പടച്ചതമ്പുരാൻ നൽകിയിട്ടുണ്ട്. ആ സവിശേഷതകളുടെ അടിസ്ഥാന യുക്തി പടച്ചതമ്പുരാനെ മനസ്സിലാകൂ, അറിയൂ എന്ന് വിചാരിക്കുന്നതാണ് യുക്തം. ഒരിക്കലും വലുപ്പ ചെറുപ്പത്തിന്റെ കാര്യത്തിൽ അല്ല ഈ കാര്യം, മറിച്ച് കൃത്യമായ ദൈവികമായ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് അവിടെയെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി യേശു ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തു എന്ന പദം പല തലങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ്. ക്രിസ്തു എന്നാൽ ക്രൂശിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥമെന്ന് ചില സുവിശേഷകന്മാർ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുന്നു ഒരു തലത്തിൽ. മറ്റൊരു തലത്തിലോ ക്രിസ്തു അഥവാ രക്ഷകൻ എന്നാണ് അർത്ഥം എന്ന് മറ്റു ചിലരും പറയുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന പദത്തിന് അർത്ഥം എന്താണ്? ക്രിസ്തു എന്ന പദം ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നിഷ്പന്നമായിട്ടുള്ളത്. ക്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദം, ക്രിസ്റ്റോസ് ആണ് ഗ്രീക്ക്. ഈ ക്രിസ്റ്റോസ് ഹീബ്രുവിലെ മെഷിഹ എന്ന പദത്തിന്റെ ഗ്രീക്ക് രൂപമാണ്. ക്രിസ്റ്റോസ് മെഷിഹ എന്ന പദത്തിന്റെ ഗ്രീക്ക് രൂപമാണ്. ഹീബ്രു പദമാണ് മെഷിഹ. ഹീബ്രുവും അറബിയും ഒരേ സെമിറ്റിക് ഒറിജിനിൽ നിന്നുണ്ടായതാണ്, അഥവാ സഹോദര ഭാഷകളാണ്. മിഷിഹക്ക് തത്തുല്യമായ അറബി പദമാണ് മസീഹ്. എന്താണ് മിഷിഹ എന്ന ഹീബ്രു പദത്തിനർത്ഥം? തൈലം തേക്കപ്പെട്ടവൻ, വേറൊരു അർത്ഥമില്ല. അഭിഷിക്തൻ എന്ന് മാത്രമേ ആ പദത്തിന് അർത്ഥമുള്ളൂ. അഭിഷിക്തൻ എന്ന് മാത്രമേ ആ പദത്തിന് അർത്ഥമുള്ളൂ. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഹീബ്രു ഡിക്ഷണറികൾ എടുക്കുക, അല്ലെങ്കിൽ ഗ്രീക്ക് ഡിക്ഷണറികൾ എടുക്കുക, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അഭിഷിക്തൻ, ഇതിന് കാരണം എന്താണ്? ജൂതന്മാരുടെ ഇടയിൽ, ഇസ്രായേലിയർക്കിടയിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ, പുരോഹിതന്മാർ തൈലം തേക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അഥവാ രാജാക്കന്മാരെയും മറ്റും. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ പര്യായ പദമായി ഈ മിഷിഹ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തങ്ങളുടെ രക്ഷകനായി, തങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, അത് രക്ഷകൻ എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ രക്ഷിക്കുന്ന രക്ഷകനല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള തോറയുടെ പാതയിലൂടെ തങ്ങളെ നയിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ഒരു മിശിഹയെ കുറിച്ച് ഇസ്രായേലിയർക്കിടയിൽ ഒരു ബോധമുണ്ടായിരുന്നു. ആ ബോധത്തിന്റെ പൂർത്തീകരണവുമായി കടന്നു വന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞു മസീഹു ഈസ.
മസീഹു ഈസ അഥവാ യേശു ക്രിസ്തു എന്നർത്ഥം. ഈസ എന്നതിന് തത്തുല്യമായ മലയാള പദമാണ് യേശു. മസീഹിന്റെ തത്തുല്യമായ മലയാള പദമാണ് ക്രിസ്തു. അതിൽ ക്രൂശിക്കപ്പെട്ടവൻ അർത്ഥമില്ല, രക്ഷകൻ എന്നും അർത്ഥമില്ല, മറിച്ച് തൈലം തേക്കപ്പെട്ടവെന്ന് മാത്രമേ പദപരമായ അർത്ഥമുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. ആ പദപ്രയോഗത്തിലൂടെ നാം ഒരിക്കലും തന്നെ യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് അംഗീകരിക്കുന്നില്ല. ഖുർആൻ വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അഥവാ അദ്ദേഹത്തിന് അവർക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, അവരദ്ദേഹത്തെ ക്രൂശിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും യേശു ഒരിക്കലും ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നാം മനസ്സിലാക്കുക. എൻ്റെ പേര് ജോയി, ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. ചെറിയ സംശയമുണ്ട്. സംശയം പൂർണ്ണമായ സംശയങ്ങൾ തന്നെയാണ്, എങ്കിലും ഒരു ചോദ്യം ചോദിക്കണം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിരുന്ന ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അത് തൃത്വമെന്ന് അവർ പറയുന്നു. തൃത്വം. അതിനുശേഷം 2000 വർഷങ്ങൾക്ക് ശേഷം ഈസാ നബി, അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈശോ, മറിയത്തിനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ഗർഭിണിയാകുമെന്ന് മിഖായേൽ മാലാഖ വന്ന് മറിയത്തിനോട് പറയുന്നു. ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്നുദ്ദേശിക്കുന്ന തൃത്വം ഒന്നല്ലേ? അതോടൊപ്പം തന്നെ ഈ തൃത്വം വിശ്വസിക്കുന്ന ഞങ്ങൾ അതിനുശേഷം വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു 1400 വർഷത്തിന് ശേഷം, അപ്പോൾ അതിനു മുന്നേ വന്ന ഈസാ നബി പറയുന്ന ആശയങ്ങൾക്കല്ലേ കൂടുതൽ പ്രസക്തി എന്നറിയാൻ ആഗ്രഹമുണ്ട്. ബഹുമാന്യ സഹോദരൻ ജോയിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്ന ത്രിദൈവ സങ്കല്പവും അല്ലെങ്കിൽ ത്രിമൂർത്തി സങ്കല്പവും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വസങ്കല്പവും അടിസ്ഥാനപരമായി ഒന്നു തന്നെയല്ലേ? യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ത്രിത്വ സങ്കല്പമല്ലേ ശരി? അദ്ദേഹത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കടന്നു വന്ന മുഹമ്മദ് നബി പഠിപ്പിച്ച സന്ദേശമാണോ ശരി എന്ന അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വളരെ പ്രസക്തമായ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വിഷയാവതരണത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു തത്വം, പ്രവാചകന്മാർ മുഴുവനും ഒരേപോലെ പഠിപ്പിച്ച ആശയങ്ങൾ എല്ലാം ഒന്നു തന്നെയായിരുന്നു എന്നും ആ ആശയങ്ങൾ പ്രകാരമുള്ള ജീവിതമാണ് മനുഷ്യരെ മോക്ഷത്തിലേക്ക്, രക്ഷയിലേക്ക് നയിക്കുക എന്നുമുള്ള സന്ദേശമാണ്. തീർച്ചയായും മുഹമ്മദ് നബിയും മാത്രമല്ല, ആദിമ മനുഷ്യൻ മുതൽ ദൈവത്തിൻ്റെ ബോധനം ലഭിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുത്ത മുഴുവൻ ആളുകളും ഒരേ അടിസ്ഥാന സന്ദേശമാണ് പഠിപ്പിച്ചത് എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കാതൽ. മോശെ പ്രവാചകൻ പഠിപ്പിച്ചതിൽ നിന്ന് ഭിന്നമായ അടിസ്ഥാന ആശയങ്ങളൊന്നും ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നും ഭിന്നമായ അടിസ്ഥാന ആശയങ്ങളൊന്നും മുഹമ്മദ് നബിയും പഠിപ്പിച്ചിട്ടില്ല. അബ്രഹാം പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശങ്ങൾ തന്നെയാണ് ഈ പ്രവാചകന്മാരെല്ലാം അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കാതലും. ഈ പ്രവാചകന്മാർ മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ, ഭൂമിയിലേക്ക് എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടേക്ക് മുഴുവനും പ്രവാചകന്മാരുടെ, ദൈവദൂതന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാരെല്ലാം, ലോകത്തിൽ എവിടെ വന്ന പ്രവാചകനും പഠിപ്പിച്ചത് അടിസ്ഥാനപരമായി ഒരേ തത്വങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ വൈരുദ്ധ്യം ഉണ്ടാകുന്നത്? ക്രിസ്തു യേശു പഠിപ്പിച്ചതായി ജോയ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏകദൈവം എന്ന സന്ദേശമാണ്. പരിശുദ്ധ ഖുർആനാകട്ടെ പച്ചയായി വളരെ വ്യക്തമായി പറയുന്നു. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിലൂടെ ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് ത്രിയേകത്വം പറഞ്ഞ ആളുകൾ അവിശ്വാസികളായിരിക്കുന്നു. ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്.
പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 171-ാമത്തെ വചനത്തിൽ, ലാ തഖൂലു സലാസ, നിങ്ങൾ ത്രിത്വം എന്ന വാക്ക് പറയല്ലേ. അപ്പോൾ ത്രിയേകത്വം വ്യക്തമായ വഴികേടാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ക്രിസ്തു യേശു അത് പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് എല്ലാ പ്രവാചകന്മാരും ഒരേ തത്വമാണ് പഠിപ്പിച്ചത് എങ്കിൽ ഈ വൈരുദ്ധ്യം എങ്ങനെയുണ്ടായി? ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത് യേശു ക്രിസ്തു അങ്ങനെ ഒരു തത്വം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ്. യേശു, ഞാൻ പറഞ്ഞതുപോലെ, മുൻപുള്ള പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച സന്ദേശങ്ങളുടെ പൂർത്തീകരണവുമായി കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് വന്നിട്ടുള്ളത്. ഞാൻ ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുവാനാണ് കടന്നു വന്നിട്ടുള്ളത്. മുൻപുള്ള പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച സന്ദേശങ്ങളെ പൂർത്തീകരിക്കുവാൻ, ആളുകളുടെ മുന്നിൽ നിവർത്തി കാണിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ നിയോഗം. അപ്പോൾ ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ വേണ്ടി കടന്നു വന്ന ക്രിസ്തു യേശു ന്യായപ്രമാണത്തിലെ സന്ദേശങ്ങളിൽ നിന്ന് വിരുദ്ധമായ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണത്തിന്റെ സന്ദേശം എന്താണ്? അടിസ്ഥാനപരമായി എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാന തത്വം എന്താണ്? പ്രവാചകന്മാരെല്ലാം ഒരേപോലെ പഠിപ്പിച്ച അടിസ്ഥാന തത്വം ഏതാണ് എന്ന ചോദ്യത്തിന് യഹൂദ റബ്ബിമാരും ക്രൈസ്തവ പണ്ഡിതന്മാരും, പഴയ നിയമത്തിൽ ബോധ്യമുള്ള പണ്ഡിതന്മാർ പറയും, ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമെടുത്ത് പരിശോധിച്ചാൽ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച അടിസ്ഥാന തത്വം നമുക്ക് ലഭിക്കും. എന്താണ് ആ വചനം? യഹൂദ റബ്ബിമാർ ചിലപ്പോൾ അതിൻ്റെ ഹീബ്രു മൂലത്തിൽ തന്നെ നമുക്ക് ഉദ്ധരിച്ചു തരും. അവർ പറയും, ഷമ്മ ഇസ്രായേല അഡോണായി എലോഹിം അഡോണായി യഹദ്. ഇതാണ് ഈ അടിസ്ഥാന വചനം. ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഇത് പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച തത്വമാണ്. ക്രിസ്തു യേശുവിനോട് വന്നുകൊണ്ട് ചോദിക്കുക, അതിൽ നിന്ന് വ്യത്യസ്തമായി വല്ല തത്വം ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനോട് ഫരിസേയരിൽപ്പെട്ട ഒരു വേദജ്ഞാനി വന്നുകൊണ്ട് ചോദിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിലെ 28 മുതൽക്കുള്ള വചനങ്ങളിൽ കാണാൻ കഴിയും. വേദജ്ഞാനി വന്നുകൊണ്ട് ചോദിക്കുക, എന്താണ് യേശുവേ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? അതാണ് ചോദ്യം. അപ്പോൾ യേശു നൽകുന്ന മറുപടി ഞാൻ നേരത്തെ പറഞ്ഞ വചനങ്ങളിൽ കാണാൻ കഴിയും. എന്താ പറയുന്നത്? ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും സ്നേഹിക്കുക. നമ്മുടെ ദൈവം, യേശുവടക്കമുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ദൈവമായ തമ്പുരാൻ ഏകനാണ് എന്നുള്ള തത്വമാണ് ക്രിസ്തു യേശു അവിടെ പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഈ ഏകത്വം ക്രിസ്തു പഠിപ്പിച്ചു. അപ്പോൾ ത്രിത്വം ക്രിസ്തു പഠിപ്പിച്ചില്ലേ? ഈ ചോദ്യത്തിന് പച്ചയായ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ബൈബിളിലെ മുഴുവൻ പുസ്തകങ്ങളും എടുത്ത് പരിശോധിച്ചാലും യേശു പഠിപ്പിച്ചൊരു തത്വമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിച്ചേർന്ന ഏകദൈവം എന്നൊരു തത്വം നമുക്ക് കാണാൻ കഴിയില്ല. മുഴുവൻ വചനങ്ങളും എടുത്ത് പരിശോധിച്ചാലും ഇത് കാണാൻ കഴിയില്ല. എന്നാൽ യേശു പഠിപ്പിച്ചതാകട്ടെ സൃഷ്ടാവായ തമ്പുരാൻ ഏകനാണ് എന്നുള്ളതാണ്. ആ സൃഷ്ടാവായ തമ്പുരാനിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവനാണ് ക്രിസ്തു യേശു എന്നാണ്. ഇവിടെ മോക്ഷത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചാണ് വിഷയാവതരണം. നിത്യജീവൻ നേടാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് യേശു ക്രിസ്തു നൽകുന്ന ഒരു മറുപടിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ആ മറുപടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. ഏക സത്യദൈവമായ നീ അയച്ചിരിക്കുന്നവൻ യേശു ക്രിസ്തു. അത് രണ്ടും അറിഞ്ഞാൽ അതാണ് നിത്യജീവന്റെ മാർഗം. അപ്പോൾ ഏകനാണ് അയച്ചവൻ, യേശുവാകട്ടെ അയക്കപ്പെട്ടവനാണ്. ആ യേശു ക്രിസ്തു ഈ ഏകദൈവത്തിന്റെ ഭാഗമാണോ? യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. യേശു ഒരിക്കൽ പോലും ഞാൻ ദൈവത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. യേശു പറഞ്ഞത് എന്താണ്? എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവന്റെ അടുക്കലേക്കാണ് ഞാൻ കയറിപ്പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 22-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ യേശു പറയുന്നതായി രേഖപ്പെടുത്തപ്പെട്ടതാണ്.
എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ. മാത്രമല്ല യേശുക്രിസ്തു പറഞ്ഞു വളരെ വ്യക്തമായി, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ, ദൈവം തമ്പുരാൻ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. പിതാവ് അത്യുന്നതനാണ്, വലിയവനാണ്. ഞാനോ വളരെ സ്രഷ്ടാവായ തമ്പുരാന്റെ മുന്നിൽ ഞാൻ വളരെ വിനീതനാണ്. ക്രിസ്തു യേശു പഠിപ്പിക്കുകയാണ്. ഇത് ബൈബിൾ പരിചയപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ യേശു അത്ഭുതങ്ങൾ ചെയ്തപ്പോ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയപ്പോ, അന്ധന്മാർക്ക് കാഴ്ച നൽകിയപ്പോ എല്ലാം അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാൻ ദൈവമായതിനാൽ എന്നിലൂടെ ഇത് സംഭവിക്കുന്നു എന്ന്. പക്ഷെ യേശു പറഞ്ഞത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, പിതാവ് ചെയ്തു കാണിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അവൻ ചെയ്തു കാണിക്കുന്നത് അവന്റെ ഉത്തരവ് പ്രകാരം ഉള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു വീണ്ടും പറയാണ് യോഹന്നാനിൽ തന്നെ 5-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ, എനിക്ക് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല. പിതാവ് ദൈവം തമ്പുരാൻ ചെയ്തു കാണിക്കുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത്. സട്ടാവായ തമ്പുരാൻ താൻ നിയോഗിക്കപ്പെട്ടവനാണ്, അവനാൽ നിയോഗിക്കപ്പെട്ടവനാണ് എന്നതിനുള്ള തെളിവായി അവതരിപ്പിച്ച കാര്യങ്ങളായിരുന്നു ക്രിസ്തു യേശു ചെയ്തത് എന്നർത്ഥം. അങ്ങനെയുള്ള യേശു ക്രിസ്തു വീണ്ടും അദ്ദേഹം പറഞ്ഞത്, അറിവിന്റെ കാര്യത്തിലാണെങ്കിൽ ദൈവം എന്നേക്കാൾ അത്യുന്നതനാണ് എന്നാണ്. കഴിവിന്റെ കാര്യത്തിലാണെങ്കിൽ ദൈവം എന്നേക്കാൾ അത്യുന്നതനാണ് എന്നാണ് യേശു പറയുന്നതായി യോഹന്നാനിൽ തന്നെ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു പറയാണ്, ആ നാളും നാഴികയും സംബന്ധിച്ച്, അഥവാ അവസാന നാളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനോ തന്നെയും യാതൊന്നും അറിയില്ല. തനിക്ക് തന്നെ അറിയില്ല. അവസാന നാളിനെ കുറിച്ച് തനിക്കറിയില്ല, സ്വർഗസ്ഥിലെ ദൂതന്മാർക്കും അറിയില്ല, സഷ്ടാവായ തമ്പുരാന് മാത്രമേ അറിയൂ. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിച്ചേർന്ന ഏകദൈവമെന്ന ത്രിയേകത്വം എന്ന സിദ്ധാന്തം എവിടെയെങ്കിലും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല എന്നുള്ളതാണ് സത്യം. ട്രിനിറ്റി, ത്രിയേകത്വം എന്ന പദം മാത്രമല്ല, ആശയം തന്നെ ബൈബിളിൽ കാണാൻ കഴിയില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ക്രിസ്തു യേശുവിന്റെ സിദ്ധാന്തങ്ങളെ, തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കടന്നുപോയ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ശേഷം, അപ്പോസ്തലന്മാർക്ക് ശേഷം AD 300-കളിലായപ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന ഏകദൈവമെന്ന തത്വശാസ്ത്രം ക്രൈസ്തവ സമൂഹത്തിൽ സ്വാധീനം നേടിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ കൂടിച്ചേർന്ന ഏകദൈവം എന്ന ആശയം യേശു പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അതോ ഒറ്റ പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അതിനെ നിഷേധിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ച സട്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വം യേശു പഠിപ്പിച്ചല്ലോ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ, നീ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കുക. അപ്പോൾ സട്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വം പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ക്രിസ്തുവിന്റെ വചനമായി കൊണ്ട് തന്നെ ആവർത്തിച്ചുദ്ധരിക്കുന്നത് നമുക്ക് കാണാനും കഴിയും. പിന്നീടുള്ളൊരു ചോദ്യം, ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ഞാനത് രണ്ടാമത് വെച്ചത് ആ വിഷയത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു തുടങ്ങിയ ത്രിമൂർത്തി സങ്കല്പം, ഇതും ക്രൈസ്തവ ത്രിയേകത്വ വിശ്വാസവും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ഒരേ സ്രോതസ്സിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നുണ്ടായതാണ്. റോമക്കാരുടെ മതവും പേർഷ്യക്കാരുടെ അഗ്നി ആരാധനയിൽ അധിഷ്ഠിതമായ മതവുമെല്ലാം വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ പാഗൻ ബിലീഫിന്റെ അഥവാ പ്രാകൃത മതങ്ങളുടെ അവാന്തര രൂപങ്ങളാണ് എന്നുള്ളതാണ് സത്യം. അത് പിൽക്കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കുടിയേറിയ തത്വങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലും ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളിൽ സട്ടാവായ തമ്പുരാന്റെ ഏകത്വവും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന തത്വവും നമുക്ക് നിരവധി തവണ കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയ നാമങ്ങൾ യഥാർത്ഥത്തിൽ വേദങ്ങളിലെല്ലാം സട്ടാവായ തമ്പുരാന്റെ വ്യത്യസ്തങ്ങളായ ഗുണവിശേഷണങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച പദങ്ങളായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അവർക്കെല്ലാം മൂർത്തഭാവം കൽപ്പിക്കുകയും അവയെല്ലാം സ്വതന്ത്ര ദൈവങ്ങളായി തീരുകയും അവയുടെ മൂർത്തികളാണ്,
അവ സ്വതന്ത്രമായ മൂർത്തികളുടെ ഐക്യമാണ് യഥാർത്ഥത്തിൽ ദൈവിക സ്വത്വം എന്നുള്ള തത്വത്തിലേക്ക് ഹൈന്ദവ സമൂഹം മാറുകയാണ് ചെയ്തത്. ഇതിന് കാരണം ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടായ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ തത്വശാസ്ത്രങ്ങളായിരുന്നു. ഇതേ രൂപത്തിൽ തന്നെ ക്രിസ്തു പഠിപ്പിക്കാത്ത, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് പരിചയമില്ലാതിരുന്ന സട്ടാവായ തമ്പുരാൻ ഏകനാണ് എന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുമുള്ള തത്വത്തിന് വിരുദ്ധമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആണ് ഏകദൈവം എന്ന തത്വം പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്നതാണ്. AD 300 കാലഘട്ടത്തിലാണ് ആ തത്വം ക്രൈസ്തവ സഭയുടെ ഔദ്യോഗിക തത്വമായി അംഗീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിളിലോ മറ്റ് യേശുവിൻ്റെ വചനങ്ങളായി ഉദ്ധരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലോ ഒന്നും തന്നെ ഈ ത്രിയേകത്വ സിദ്ധാന്തം യേശു പഠിപ്പിച്ച സിദ്ധാന്തമായി പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ യേശു പഠിപ്പിച്ച മതത്തിലേക്ക് തിരിച്ചു പോകാൻ ക്രൈസ്തവ സഹോദരങ്ങളെ ഉപദേശിക്കുന്ന പരിശുദ്ധ ഖുർആൻ ത്രിയേകത്വത്തെയും ദൈവപുത്രവാദത്തെയും ശക്തമായി നിരാകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയം ഈ യേശുക്രിസ്തു കൂടാതെ ഗബ്രിയേൽ മാലാഖയുടെ വചനം യേശുക്രിസ്തു ജനിച്ചു കൂടാതെ വേറെ മക്കളെ പ്രസവിച്ചുണ്ടെന്ന് ബൈബിളിൽ പല ഭാഗത്തും കാണാനുണ്ട്. ഇല്ല എന്നൊരു വിഭാഗം ക്രിസ്ത്യാനികളും ഉണ്ടെന്നൊരു വിഭാഗം ക്രിസ്ത്യാനികളും വാദിക്കുന്നു. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഒന്നും അറിയില്ല. എൻ്റെ പേര് ആന്റണി എന്നാണ്, മണലി രാജ്യം. സുഹൃത്ത് ആന്റണിയുടെ ചോദ്യം, ക്രിസ്തു യേശുവിൻ്റെ മാതാവ് കന്യാമറിയം അവർക്ക് മറ്റു മക്കളുണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ തമ്മിൽ ഒരുപാട് തർക്കമുണ്ട്. ഈ തർക്കത്തിൽ ഉള്ള അഭിപ്രായം എന്താണെന്നാണ്, സഭകൾ തമ്മിലുള്ള തർക്കമാണത്. തീർച്ചയായും യേശുവിൻ്റെ സഹോദരന്മാരെ കുറിച്ച് ബൈബിളിൽ പല സ്ഥലത്തുമുള്ള പരാമർശങ്ങളുണ്ട്. യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നു എന്നും ആ സഹോദരന്മാരെ കുറിച്ച് ബൈബിളിലുള്ള പരാമർശത്തിൽ നിന്നും ക്രൈസ്തവരിൽ തന്നെ പെട്ടൊരു വിഭാഗം യേശുവിൻ്റെ മാതാവിന് യേശു ഒഴിച്ച് മക്കളുണ്ടായിരുന്നു എന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ യേശു ഒഴിച്ച് മക്കൾ ഉണ്ടായിരുന്നില്ല, ഇത് സഹോദരന്മാരെന്ന് പറഞ്ഞത് മറിയത്തിൻ്റെ സഹോദരിമാരുടെ മക്കളെ കുറിച്ചാണ് എന്നും, അതല്ലെങ്കിൽ മറിയത്തിൻ്റെ പ്രതിശ്രുത വരനായിരുന്ന വിചാരിച്ചിരുന്ന വരനായി പറയുന്ന ബൈബിൾ പറയുന്ന യോസഫിൻ്റെ ജ്യേഷ്ഠൻ്റെയോ അല്ലെങ്കിൽ അനുജൻ്റെയോ മക്കളെ കുറിച്ചാണ് എന്നുമെല്ലാമുള്ള വ്യാഖ്യാനമാണ് മറ്റു ചില പണ്ഡിതന്മാർ നൽകുന്നത്. ഏതായിരുന്നാലും ആ തർക്കത്തിൽ നമുക്ക് കക്ഷികളാകേണ്ട കാര്യമില്ല. യേശു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം തർക്കങ്ങളിൽ അനാവശ്യമായി കക്ഷിയാവുക എന്നുള്ളത് മുസ്ലിമിൻ്റെ ഏർപ്പാടല്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക ആദർശത്തിന് ഈ തർക്കത്തിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ളത് കൊണ്ട്. ബൈബിളിൽ യേശുവിൻ്റെ സഹോദരന്മാരെ കുറിച്ച് പറയുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ആ സഹോദരന്മാർ ആരാണ് എന്നുള്ള ഇസ്ലാമിക ആദർശവുമായി നേരിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു അവർ ജനിച്ചത് പൂർണ്ണമായ അർത്ഥത്തിൽ കന്യകയായിരുന്ന, വിവാഹം നിശ്ചയം കഴിയാതിരുന്ന ആളുകൾക്ക് മുഴുവനും തന്നെ അവർ കന്യകയാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന അവസ്ഥയിലാണ് അവർ ഗർഭിണിയാവുകയും കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തത് എന്ന്. അങ്ങനെയുള്ള അത്ഭുതം, യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ച അത്ഭുതം, അതിനുശേഷം മറിയത്തിന് എന്ത് സംഭവിച്ചു, മറിയത്തിന് മക്കളുണ്ടായിരുന്നുവോ, മറിയത്തിന്റെ വിവാഹം കഴിഞ്ഞിരുന്നുവോ എന്നതൊന്നും തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയമേ അല്ല. യേശു ക്രിസ്തു പ്രത്യേകമായി പടച്ചതമ്പുരാന്റെ നിർദ്ദേശപ്രകാരം, പടച്ചതമ്പുരാന്റെ പ്രത്യേക പരികൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധരായ പ്രവാചകന്മാരിൽ ഒരാളാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് സഹോദരന്മാരുണ്ടായിരുന്നുവോ അല്ലയോ എന്നുള്ളത് ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു വലിയ വിഷയമല്ല. ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രൈസ്തവ പണ്ഡിതന്മാരുടെ തർക്കം മാത്രമാണത്. അതിൽ മുസ്ലിങ്ങൾക്ക് കക്ഷി ചേരേണ്ടതില്ല. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക.
ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.